ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ എക്സാം എഴുതുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ ഭയങ്കര ആങ്സൈറ്റി സിംറ്റംസ് ഒക്കെ വന്ന് റെസ്റ്റ്ലെസ് ആവുന്ന കൂട്ടരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വെക്കാം. ഈ ടെക്നിക്കുകൾ എക്സാം ഹാളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ടൂൾസോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം ഒന്നും ബോക്സിലാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൂടെ തന്നെയുള്ള നിങ്ങളൊരു കമ്പാനിയനെയാണ് നിങ്ങൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്താണെന്നല്ലേ? ഇറ്റ് ഈസ് യുവർ ബ്രീത്ത്. അതെ, നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ആങ്സൈറ്റിയെ റെഗുലേറ്റ് ചെയ്യാം എന്നാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. മാത്രമല്ല, ഇത് എക്സാം ഹാളുകളിൽ പെട്ടെന്ന് ആങ്ഷ്യസ് ആവുന്ന കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. 3 ട്രിക്കാണുള്ളത്. ഇതിൽ 3ാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി എഫക്റ്റീവ് ആയിട്ടുള്ള ട്രിക്കാണ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ബോക്സ് ബ്രീത്തിങ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക ഫോർ 4 സെക്കൻഡ്സ്. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇൻഹെയിൽ ചെയ്ത നിങ്ങളുടെ ബ്രെത്തിനെ 4 സെക്കൻഡ്സ് അവിടെ ഹോൾഡ് ചെയ്യുക, എക്സെയിൽ ചെയ്യാതെ. സോ 1, 2, 3 and 4. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എക്സെയിൽ ചെയ്യുക സെയിം പേസിൽ. എക്സെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? 4 സെക്കൻഡ് നിങ്ങൾ ബ്രീത്തിനെ ഹോൾഡ് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യാതെ. 1, 2, 3, 4. ഈ 4 ഫേസുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു ബോക്സ് ബ്രീത്തിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നിങ്ങളുടെ ആങ്സൈറ്റി സിംറ്റംസിനെ നിങ്ങൾക്ക് കാം ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ ഇൻഹെയിൽസ് ആൻഡ് ലോങ്ങർ എക്സ്ഹെയിൽസ്. നിങ്ങൾ ഷോർട്ടായിട്ടുള്ള ഇൻഹെയിലുകളും ലോങ്ങർ ആയിട്ട് നിങ്ങളുടെ ബ്രീത്തിനെ എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐസുകൾ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസിനെ ബെറ്റർ ആക്കുകയും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും. So what is the third one, which is the instantly effective recipe here? Third one എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻഹെയിൽ ആൻഡ് എ ഡീപ്പ് എക്സ്ഹെയിൽ. നിങ്ങൾ ഇൻഹെയിൽ ചെയ്തതിന് ശേഷം വീണ്ടും എക്സ്ഹെയിൽ ചെയ്യുന്നതിന് മുന്നേ ഒരു ഷോർട്ട് ഇൻഹെയിൽ കൂടി നിങ്ങൾ കൊണ്ടുവരിക. സോ യു ഹാവ് എ ഡബിൾ ഇൻഹെയിൽ. അതിനുശേഷം ഡീപ്പറായിട്ട് ലോങ് ആയിട്ടുള്ള എക്സ്ഹെയിൽ ചെയ്യുക. ഇതാണ് നമ്മളിവിടെ പറഞ്ഞതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഇൻസ്റ്റന്റ്ലി എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രീത്ത് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബ്രീത്ത് കൺട്രോൾ ടെക്നിക്സുകൾ നിങ്ങളുടെ എക്സാം ഹാളിലും മറ്റുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ന്യൂറൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കാമാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമ്പാനിയനായിട്ടുള്ള ഈ ഒരു ബ്രീത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു പാനിക് ആങ്സൈറ്റി സിംറ്റംസിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിൻ്റെ സയൻസ്, ആ ന്യൂറൽ നെറ്റ്വർക്കിംഗ് മാനേജിങ് ചെയ്യുന്നതിൻ്റെ സയൻസ്, അതിൻ്റെ ആ മാജിക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആങ്സൈറ്റി സിംറ്റംസും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ സയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.